ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ബാലൻസ് ആണ് പറയാനുള്ളത്. ഇനി ഈ r=1 എന്നുള്ള കേസ് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ r=1 കൊടുക്കുമ്പോൾ an = ഇതാണ് നമുക്ക് കിട്ടുന്നത് n+1n/n+n+1. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു ഈ n+n+1 ഇതിന് നമുക്ക് n⁻n × n എഴുതാം. ആ ഒരു n 1/n ആയിട്ട് മാറ്റി എഴുതി, പിന്നുള്ളത് ക്ലബ് ചെയ്തിട്ട് n+1/n എഴുതി. ഇനി ഇതിലൊരു n ഔട്ട്സൈഡ് എടുക്കാം. ഈ n-ആയിട്ട് അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 1+1/n⁻n × 1/n വരും. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ഈ σbn = 1/n എന്നുള്ള സീരീസ് എടുക്കുകയാണെങ്കിൽ 1/n എന്നുള്ള സീരീസ് പി സീരീസ് ആണല്ലേ, വിത്ത് p = 1. അത് ഡൈവേർജൻ്റ് ആണെന്ന് നമുക്കറിയാം. ലിമിറ്റ് n → ∞ an/bn എടുക്കുമ്പോൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലിമിറ്റ് n → ∞ an/bn എടുക്കുമ്പോൾ ഈ 1/n-ഉം ഇതും കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി 1+1/n ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എ ഫൈനൈറ്റ് നോൺ സീറോ വാല്യൂ. 1 എന്ന് പറയാൻ പറ്റില്ല, 2 പോയിന്റ് സംതിങ് ആണ്. അവിടെ ഈ 1 എഴുതിക്കുന്നത് തെറ്റ് എഴുതിക്കുന്നതാണ്. ഈയുടെ വാല്യൂ 2 പോയിന്റ് സംതിങ് ആണ്, 2.02 അങ്ങനെ എന്തൊക്കെയോ വാല്യൂസ് ആണ് ഫ്രാക്ഷൻ വരുന്ന വാല്യൂ. അപ്പോൾ ഈ 1 എഴുതണ്ട, 2 പോയിന്റ്. ഈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ കൃത്യമായിട്ട് എത്രയാണ് കിട്ടും കേട്ടോ. 2 പോയിന്റ് സംതിങ് ഫൈനൈറ്റ് വാല്യൂ ആണെന്ന് കിട്ടും. അപ്പോൾ ഫൈനൈറ്റ് വാല്യൂ ആയതുകൊണ്ട് രണ്ട് പേർക്ക് ഒരേ സ്വഭാവമായിരിക്കും. ബോത്ത് കൺവേർജ് ഓർ ഡൈവേർജ് ടുഗദർ അല്ലേ. അപ്പോൾ ഇവിടെ കമ്പാരിസൺ ടെസ്റ്റ്, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ് കേട്ടോ, ഡയറക്റ്റ് അല്ല, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇവിടെ 1/n എന്ന് പറയുന്നത് ഡൈവേർജ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഗിവൺ സീരീസ് ഓൾസോ ഡൈവേർജസ് വെൻ r=1. അപ്പോൾ കൺക്ലൂഷൻ ഇതാണ്: ദ സീരീസ് കൺവേർജസ് വെൻ r<1 ആൻഡ് ഡൈവേർജസ് വെൻ r>=1. ഓക്കെ, അടുത്തത് റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ദ സീരീസ് ആണ്. അതായത് സീരീസിലെ ടേംസിനെ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് അതിൻ്റെ കൺവേർജൻസ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ദി സീരീസ് σan is a series σbn whose terms are the same as those of σan but occur in different order. ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതും, അത്ര മാത്രമേ ഉള്ളൂ. സീരീസ് എന്ന് പറഞ്ഞാൽ സമ്മാണ്, കുറച്ച് ടേംസിൻ്റെ സമ്മായതുകൊണ്ട് സമ്മിൽ ഇപ്പോൾ ടേംസ് അങ്ങനെ ഇങ്ങോട്ട് മാറ്റി എഴുതിയാലും വ്യത്യാസമൊന്നും വരാൻ പോകില്ല. പക്ഷേ സീക്വൻസിൽ ടേംസ് മാറ്റി എഴുതാൻ റീഅറേഞ്ച്മെൻറ്റ് പറ്റില്ല കേട്ടോ. സീരീസിലാണ് റീഅറേഞ്ച്മെൻറ്റ് പറ്റുള്ളൂ, കാരണം അതൊരു സമ്മാണ്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ കുറേ ലിസ്റ്റ് ഓഫ് ടേംസ് ആണ്, അതിന് ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അവിടെ റീഅറേഞ്ച്മെൻറ്റ് പറ്റില്ല, പക്ഷേ നമുക്ക് ഇവിടെ റീഅറേഞ്ച്മെൻറ്റ് പോസിബിൾ ആണ്. ഇപ്പോൾ ഈ 1+1/3 -1/2 +1/5 +1/7 -1/4 എക്സെട്ര എന്നുള്ളതിൻ്റെ ഒരു റീഅറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് 1 - 1/2 +1/3 -1/4 +1/5 എക്സെട്ര. ഇനി എന്താണ് റെയ്മാൻസ് തിയറം എന്ന് നോക്കാം. റീഅറേഞ്ച്മെൻറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. The terms of any conditionally convergent series can be rearranged to give either a conditionally convergent series having the sum an arbitrary reassigned number or a divergent series or an oscillatory series. ഒരു കണ്ടീഷണലി കൺവേർജൻറ്റ് സീരീസിനെ നമുക്ക് ഒന്നില്ലെങ്കിൽ ഒരു കണ്ടീഷണലി കൺവേർജൻറ്റ് സീരീസ് ആയിട്ടോ ആൻഡ് അതിൻ്റെ സമ്മ് ഓൾറെഡി ഉള്ള ഒരു നമ്പർ ആൻഡ് അല്ലെങ്കിൽ ഒരു ഡൈവേർജൻറ്റ് സീരീസ് ആയിട്ടോ ഓസിലേറ്ററി സീരീസ് ആയിട്ടോ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരേ ഒരു പ്രോബ്ലം നമുക്ക് ഇവിടെ ഉള്ളൂ. ഇതിൽ വന്നിരിക്കുന്നത് σ -1n+1 കണ്ടീഷണലി കൺവേർജൻ്റ് ആണ്, ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ലെറ്റ് ദ സീരീസ് കൺവേർജസ് ടു എല്ലിലേക്കാണ് കൺവേർജ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ L = ഇതാണ് നമുക്ക് കിട്ടുക. ഇതിൻ്റെ സമ്മിനെയാണ് നമ്മൾ L എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹാഫ് L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് ഓഫ് ദിസ്. അപ്പോൾ നമുക്ക് ഹാഫ് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇത് ടോട്ടൽ ഹാഫ് എടുത്ത് പോവുക. ഹാഫ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു +1/2 ബാക്കി ഉണ്ടാവും. പിന്നെ ഇതിലുള്ള +1/2 1/2 അല്ലേ ഉണ്ടാവുക ഹാഫ് L എടുക്കുമ്പോൾ. അപ്പോൾ ആ 1/2 ഈ -1/2 ക്യാൻസൽ ചെയ്ത് പോവും. ഇതിൻ്റെ ബാക്കി അവിടെ 0 ആയിരിക്കും. പിന്നെ ഈ 1/2 അല്ല, ഇവിടെ +1/2 കൂടി ഉണ്ടാവും. ഇവിടെ -1/4 ആണ് ഉണ്ടാവുക. -1/4ൽ +1/2 -1/2 കൂടി ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ ഒരു -1/2 ഉണ്ടാവും. ആ -1/2 പിന്നെ ഇവിടെ ഒരു +1/6 ഉണ്ടാവും. ആ 6ഉം കൂടി അതിലൊരു ടൈം ക്യാൻസൽ ചെയ്ത് പോവും. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, ഇതിനെ ഹാഫ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3/2 L കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം അങ്ങനെ ആഡ് ചെയ്ത് പോവുക. അപ്പോൾ ഇത് വീണ്ടും 0 വരും. ഇത് വീണ്ടും 0 വരും. നമുക്ക് 3/2 L നമുക്ക് വീണ്ടും 1 +
1/3 പ്ലസ് 1/3 മൈനസ് ഇതിനെ നമുക്ക് 1/2 എഴുതാം, പ്ലസ് 1/5 പ്ലസ് 1/7 മൈനസ് 1/4 പ്ലസ് 1/9 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ സീരീസിൻ്റെ ഒരു റീഅറേഞ്ച്മെൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന സീരീസ്. റീഅറേഞ്ച്മെൻറ്റ് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന്